നമസ്തേ. ഇന്ന് നമ്മള് ദുർഗാദേവിയുടെ പരമേശ്വരി മന്ത്രത്തെ പറ്റിയാണ് പറയുന്നത്. കണ്ണേറ്, ദൃഷ്ടിദോഷം, ദുസ്വപ്നങ്ങൾ കാണുന്നത് ഇവയൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നത്. ഒരാളുടെ നോട്ടത്തിലൂടെയോ വാക്കിലൂടെയോ മറ്റൊരാൾക്ക് ദോഷം വരുമെന്ന വിശ്വാസമാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. നമ്മുടെ ദൃഷ്ടിക്ക് അത്രത്തോളം പവറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ദൃഷ്ടിദോഷം വരുമ്പോൾ പണ്ടുകാലം മുതൽ തന്നെ ഉപ്പും കടുകും മുളകും കൂട്ടി ഒഴിഞ്ഞിടുകയാണ് പതിവ്. ഇങ്ങനെ ഒഴിഞ്ഞിടുന്നതിനോടൊപ്പം തന്നെ ദുർഗാദേവിയുടെ ഈ പരമേശ്വരി മന്ത്രം കൂടെ ജപിക്കുകയാണെങ്കിൽ വളരെ വേഗം ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഒഴിയുന്നതിനായി സാധാരണ കർപ്പൂരമോ പച്ചക്കർപ്പൂരമോ ഉപ്പും മുളകും കടുകും ചേർന്ന കൂട്ടോ ഉപയോഗിക്കാം. ഇനി എങ്ങനെയാണ് ഒഴിയേണ്ടത് എന്ന് പറയാം. ഒഴിയേണ്ട ആളുടെ പുറകുവശത്തു നിന്നാണ് തുടങ്ങേണ്ടത്. മുതുകുവശത്തു നിന്നും താഴേക്ക് ഒഴിഞ്ഞെടുക്കണം. ആദ്യം മുതുകുവശത്തു നിന്നും 3 തവണ ഒഴിഞ്ഞ് മുകളിൽ നിന്നും താഴേക്ക് കൊണ്ടുവരിക. അടുത്തത് നെഞ്ചുവശത്തേക്ക് വന്നിട്ട് അവിടെ 3 തവണ ഒഴിഞ്ഞ് നെഞ്ചിൽ നിന്നും കാലുവരെ കൊണ്ടുവരിക. ശേഷം തലയുടെ ഭാഗത്തു നിന്നും ഒഴിഞ്ഞെടുത്ത് മുകളിൽ നിന്നും താഴേക്ക് കൊണ്ടുവരിക. ഓരോ തവണയും ഒഴിയുമ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ഒഴിയേണ്ടതാണ്. ഈ ഒഴിയുന്ന സമയത്ത് നമുക്ക് കോട്ടുവായ വരികയാണെങ്കിൽ ആ കോട്ടുവായ ഒരിക്കലും ആളുടെ മുഖത്തേക്ക് വീഴാൻ പാടില്ല. ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്ന കർപ്പൂരമാണെങ്കിൽ ഒന്നുകിൽ പൂജാമുറിയിൽ വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ കത്തിച്ചു കളയാവുന്നതാണ്. ഉപ്പും മുളകും കടുകും കൂട്ടാണെങ്കിൽ കത്തിച്ചു കളയുക തന്നെ വേണം. ഈ ഒരു മന്ത്രം കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നതിനും കുട്ടികളിലെ ഭയം മാറുന്നതിനുമൊക്കെ ജപിക്കാവുന്നതാണ്. മന്ത്രം ഇതാണ്: ദേവദാനവ സിദ്ധൗക പൂജിത പരമേശ്വരി പുരാണ രൂപ പരമ പരതന്ത്ര വിനാശിനി. ഈ മന്ത്രം 9 തവണയാണ് ജപിക്കേണ്ടത്. രാത്രിയിൽ കിടക്കും മുൻപ് ഈ മന്ത്രം ജപിച്ചു കിടന്നാൽ ദുസ്വപ്നങ്ങൾ കാണുന്നത് കുറയുമെന്നും പറയുന്നു. ഇങ്ങനെ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് കോട്ടുവായി വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ കണ്ണേറ് പറ്റിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അങ്ങനെയുള്ളവർ ഈ മന്ത്രം തുടർച്ചയായി ജപിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.